10 കൊല്ലത്തിന് മുകളിലായി പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മൂവി ഫ്രാഞ്ചൈസിനെ അവർ തന്നെ ട്രോളുന്ന രീതിയിലാണ് പല സ്ഥലത്തും ഹ്യൂമർ വന്നിട്ടുള്ളത്. അത് നമ്മളെ എന്റർടൈൻ ചെയ്യിക്കുന്നുമുണ്ട്. പക്ഷെ പടത്തിന്റെ ശരിയായ ഡീല് കിടക്കുന്നത് അവർ ഇതിലെ വില്ലനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള രീതിയിലാണ്. ഒരു മനുഷ്യന്റെ അകത്തുള്ള ചെകുത്താനെ കഥയിലെ നെഗറ്റീവ് ഷെയ്ഡ് ആക്കുന്നതിലൂടെ സൂപ്പർ ഹീറോ പടങ്ങളിൽ നമ്മൾ കാണുന്ന പല സെറ്റ് പീസുകളെയും ഡിപ്രഷന്റെയും ഹീലിംഗിന്റെയും വിഷ്വൽ മെറ്റഫോറുകളാക്കാൻ ഇതിന്റെ രചയിതാവായിട്ടുള്ള എറിക് പിയേഴ്സിന് അവസരം കൊടുക്കുന്നുണ്ട്. പിക്സാർ ഇൻസൈഡ് ഔട്ടിലൂടെ ഹ്യൂമൻ ബ്രെയിനിലുള്ള ഇമോഷനുകളെ ക്വാണ്ടിഫൈ ചെയ്തതുപോലെ ഇതിൽ ബോബ് എന്ന കഥാപാത്രത്തെ ഉപയോഗിച്ച് ട്രസ്റ്റ്, സപ്പോർട്ട്, ഫെയ്ത്ത് മുതലായ കാര്യങ്ങൾ ഒരാളുടെ ഹീലിംഗ് ജേർണിയിൽ എങ്ങനെ ഗുണം ചെയ്യുന്നു എന്ന് കാണിക്കാൻ ഈ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. ഒരുപാട് ഗ്രീൻ സ്ക്രീൻ ഷോട്ടുകളുള്ള സിനിമ ആക്കാതിരിക്കാനാണ് സംവിധായകൻ ജേക്ക് ഷ്രയർ ഇവിടെ ശ്രമിക്കുന്നത്. മിഷൻ ഇമ്പോസിബിൾ ഒക്കെ കാണുന്ന തരം മാക്സിമം റിയൽ ആയിട്ടുള്ള ബ്ലാസ്റ്റുകളും ക്രാഷുകളും ഫൈറ്റുകളും ഒക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. വിഷ്വൽ എഫക്ട്സ് അധികമുള്ള സെറ്റ് പീസുകൾ പലപ്പോഴും ഡ്രീം സീക്വൻസ് പോലെയുള്ള സ്ഥലങ്ങളിലാണ് വരുന്നത്. പല സമയത്തും കഥാപാത്രങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷനുകൾ തിരക്കുള്ള വഴികളിൽ ആളുകളൊക്കെ കാണുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ ഷ്രയറിന് സാധിക്കുന്നുണ്ട്.